ഹലോ എവരിവൺ. നോളജ് അപ്ഡേറ്റ് സീരീസ് സീസൺ 2 ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല. കാലങ്ങളായിട്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുള്ള എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ലൈൻ ഓഫ് ബിസിനസ്സിലുള്ള കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനോ മുമ്പ് ഈ എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിനകത്ത് എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഓഫ് ബിസിനസിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളതിനെ പറ്റിയൊരു ചെറിയൊരു ഒരു ആമുഖം പോലെ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതില് ഈ എഞ്ചിനീയറിംഗ് ഇൻഷുറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോളിസികളെ നമ്മൾ പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൊജക്ട് പോളിസികൾ, ഓപ്പറേഷൻ പോളിസികൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ്. ഇതല്ലാതെ ഉണ്ട് കോൺസിക്വൻഷ്യൽ ലോസ് പോളിസീസ് എന്ന് പറഞ്ഞിട്ട് ALOP, MLOP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികളുണ്ട്. എന്നാലും നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിനകത്ത് തന്നെ നമുക്കിപ്പം അറിയാവുന്ന പോളിസികൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോളിസികൾ എന്നൊക്കെ പറയുന്നത് ഈ ഓപ്പറേഷണൽ പോളിസിയുടെ അകത്ത് AB എന്ന് പറയുന്ന രണ്ട് പോളിസികളായിരിക്കും. അതായത് MBD പോളിസി അല്ലെങ്കിൽ EI പോളിസി, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് പോളിസികളായിരിക്കും നമ്മളൊരു ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പോളിസി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊജക്ട് പോളിസി അല്ലെങ്കിൽ ഓപ്പറേഷൻ പോളിസി, ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പറേഷൻ പോളിസീസ് നമ്മുടെ ഈ ഫയർ പോളിസികളില്ലേ, അതായത് സ്റ്റാൻഡേർഡ് ഫയർ സ്പെഷ്യൽ സർവീസോ ലഘു പോളിസിയോ സൂക്ഷ്മ പോളിസിയോ അതൊക്കെ പോലെ ഒരു ആനുവൽ പോളിസിയാണ്. അതായത് നമുക്ക് 12 മാസമോ 12 മാസത്തിൽ കുറവോ ഷോർട്ട് പീരീഡ് ബേസിസിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന പോളിസികളാണ് ഓപ്പറേഷൻ പോളിസികൾ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഒരു ഫാക്ടറി ഉണ്ട്. ഇപ്പൊ ഒരാൾ ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഭൂമിയൊക്കെ വാങ്ങിച്ചു, പുള്ളി സിവിൽ വർക്ക് തുടങ്ങി, കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി, പുള്ളി വെളിയിൽ നിന്ന് മെഷീനറീസ് കൊണ്ടുവന്നു, അത് ഇറക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞ് ഫൈനലി സിവിൽ ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ പ്രൊജക്ട്, ആ പറയപ്പെടുന്ന ആ ഫാക്ടറി ഓപ്പറേഷൻ ആവുകയാണ്. അതായത് അതിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിയിൽ. അപ്പൊ ആ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പോളിസികൾ ഒന്നാണ് നമ്മുടെ ഫയർ പോളിസി എന്ന് പറയുന്നത്. ഒരു SFSP പോളിസി നമ്മൾ കൺസിഡർ ചെയ്താൽ, അതായത് ഒരു വട്ടം ഇത് ഓപ്പറേഷനിൽ തുടങ്ങി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിസിയാണ് ഫയർ പോളിസി. നമ്മൾ 12 മാസത്തേക്കോ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ആയിട്ടാണ് കൊടുക്കുക, 12 കുറവുള്ള മാസങ്ങളിലേക്കായിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ പോളിസീസും. അതും ഒരു ഫാക്ടറി അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ മെഷീനറിയോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആനുവൽ പോളിസി അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് പോളിസി എന്നുള്ള രീതിയിൽ എടുക്കുന്ന പോളിസീസ് ആണ് ഈ രണ്ടാമത്തെ ഹെഡിങ്ങിലുള്ള ഓപ്പറേഷൻ പോളിസീസ്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള മെഷീനറി പോളിസി, EI, CPM, ബോയിലേഴ്സ് പ്ലാന്റ്, പ്രഷർ പ്ലാന്റ്, അതല്ലാണ്ട് ഒരുപാട് CECR, അങ്ങനെ ഒരുപാട് പോളിസീസ് ഉണ്ട്. പക്ഷെ ഈ കാണുന്ന ഒരു നാലെണ്ണമാണ് നമ്മൾ മിക്കവാറും കണ്ടിട്ടുള്ള സാധനം. അപ്പൊ അതാണ് ഒരു ഓപ്പറേഷൻ. അതായത് നമ്മളൊരു ഫയർ പോളിസി നമ്മൾ എന്തിനാ എടുക്കുന്നത്? അതായത് ഇപ്പൊ ഞാനൊരു ഫാക്ടറി വാങ്ങിച്ചു, അതിനൊരു ഫയർ പോളിസി കൊടുത്തു. അപ്പൊ അതിലൊരു പെർട്ടിക്കുലർ മെഷീനറിക്കകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ബാക്കിയുള്ള എല്ലാ ബാക്കിയുള്ള മെഷീനറീസോ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ ഫയർ പടർന്നിട്ട് ഒരു ലോസ് ഉണ്ടാകുമ്പോൾ ഒരു ഫയർ പോളിസി നമ്മൾ കവർ ചെയ്ത് ഈ പെർട്ടിക്കുലർ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫയർ തുടങ്ങിയ പെർട്ടിക്കുലർ മെഷീനറി ഒരിക്കലും നമ്മൾ കവർ ചെയ്യത്തില്ല. നമ്മൾ കവർ ചെയ്യുന്നത് ബാക്കിയുള്ള ഈ മെഷീനറി ഒഴികെയുള്ള ഡൈനാമോ ക്ലോസ് എന്നൊക്കെയാണ് നമ്മുടെ ഫയർ പോളിസിയിൽ പറയുക. അപ്പം ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ആ മെഷീനറിക്ക് വരുന്ന പ്രശ്നങ്ങൾ, ആ മെഷീനറിക്ക് ഉണ്ടായ ആ ഷോർട്ട് സർക്യൂട്ട് കാരണം ആ മെഷീനറിയുടെ ലോസ് ഫയർ പോളിസി കവർ ചെയ്യാത്തപ്പോൾ നമ്മൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പോളിസികളാണ് ഈ ഓപ്പറേഷണൽ എഞ്ചിനീയറിംഗ് പോളിസീസ് എന്ന് പറയുന്ന മെഷീനറി ഇൻഷുറൻസ് ആണെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെന്റ് പോളിസി ആണെങ്കിലൊക്കെ അങ്ങനെയുള്ള സംഗതികൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയാണ്. കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയിൽ ഉള്ള ഒന്ന് പറഞ്ഞാൽ പ്രൊജക്ട് പോളിസി എന്ന് പറയുന്ന ഹെഡിങ്ങിനുള്ളിലുള്ള സാധനമാണ്. അപ്പൊ ഞാൻ കുറച്ചും പറഞ്ഞ ഫാക്ടറിയുടെ എക്സാമ്പിൾ പോലെ ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിച്ചു തരാം. ഇതാണ് ഒരു പ്രൊജക്ടിന്റെ സ്റ്റേജ്. ഈ പ്രൊജക്ടിന്റെ സ്റ്റേജിൽ നിങ്ങൾക്കറിയാം, ആദ്യം ഒരു റോഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, റോഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ഇപ്പൊ നാഷണൽ ഹൈവേയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് NHAI ആണ്, ഇപ്പൊ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പം അവരാദ്യം ഒരു പ്രൊജക്ട്, ഇപ്പം ഹൈവേ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള NH-66 ആ ഒരു
സ്ട്രെച്ച് എന്ന് പറയുന്നതിന്റെ എന്താ പറയാ, അത് വലുതാക്കാൻ പോവാണ്, 2 വരി 4 വരിയാക്കാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി ടെൻഡർ വിളിക്കുക. അപ്പം എ ബി സി എന്ന് പറയുന്ന 3 കോൺട്രാക്ടർമാർ ആ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതിൽ ഏറ്റവും കുറവ് പ്രൈസ് ആരാണോ കോട്ട് ചെയ്യുന്നത് അവർക്ക് ആ ടെൻഡർ അവാർഡാകും. അപ്പൊ ടെൻഡർ അവാർഡായി എന്നുള്ളതിന്റെ പ്രൂഫാണ് ഞാൻ ആ താഴെ എഴുതിയിരിക്കുന്ന LOA NOA എന്ന് പറയുന്ന രണ്ട്. മീൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന് ഓരോ പേരിൽ ആൾക്കാർ ഓരോന്ന് പറയുന്നു അത്ര. LOA എന്ന ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, അതായത് നിങ്ങൾ തന്നിരിക്കുന്ന കോൺട്രാക്ടർ തന്നിരിക്കുന്ന ആ ഒരു ബിഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്, നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് അവാർഡ് ചെയ്തിരിക്കും. നോട്ടീസ് ഓഫ് അവാർഡും അതേ അർത്ഥം തന്നെയുള്ള ഒരു സാധനമാണ്. അപ്പൊ ഒരു പ്രൊജക്ട് ഒരു കോൺട്രാക്ടർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാവുന്ന ഒരു ഡോക്യുമെന്റ് ആണ് LOA അല്ലെങ്കിൽ NOA എന്ന് പറയുന്നത്. അപ്പം ഒരാൾക്ക് കോൺട്രാക്ട് അവാർഡായി, ഓക്കെ, എന്നിട്ട് ആ പ്രൊജക്ട് അധികം കഴിയാതെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ ഞാൻ ഇവിടെ 0% എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, 100% എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടർ ഈ സമയം കൊണ്ട്, ഇപ്പം 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ, LOA എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡ്യൂറേഷൻ ഈസ് ലൈക്ക് 2 ഇയേഴ്സ് അല്ലെങ്കിൽ 24 മാസം ആണെന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇന്ന് തുടങ്ങി 24 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രൊജക്ട് തീരുക. അതായത് പ്രൊജക്ട് പോളിസികളിൽ നമ്മുടെ ഓപ്പറേഷൻ പോളിസികൾ പോലെ 12 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസത്തെയോ 6 അല്ലെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും ഒരു ഓപ്പറേഷണൽ പോളിസികൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് 12 മാസത്തിൽ കൂടുതലുള്ള പോളിസി മീൻസ് ഇവിടെ പോളിസി പീരീഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് പീരീഡ് ആണ്. അതായത് ഈ 0% to 100% കാണിച്ചിരിക്കുന്ന ആ ഡ്യൂറേഷൻ ഇല്ലേ, കൺസ്ട്രക്ഷൻ സ്റ്റേജ്, ആ സ്റ്റേജ് എത്ര മാസമാണോ അത്രയും മാസത്തേക്ക് നമുക്ക് ഒരു പ്രൊജക്ട് പോളിസി കൊടുക്കാം. അപ്പം ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന എന്താണ് നമ്മുടെ CAR, EAR അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പോളിസികൾക്കും നമുക്ക് ഇങ്ങനൊരു സംഗതി കൊടുക്കാവുന്നതാണ്. അപ്പൊ അതാണ് എന്താ പറയുക, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പോളിസിയിൽ നമുക്ക് പ്രൊജക്ട് പോളിസിയുടെ പല സ്റ്റേജുകളിൽ ഉള്ള സംഗതികളാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു അത് കഴിയുന്നിടം വരെ, അതാണ് ടേക്കിംഗ് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. ആ സമയം വരെയുള്ളതാണ് ഒരു പ്രൊജക്ട് പോളിസിയിൽ കവർ ആവുക. വൺസ് പ്രിൻസിപ്പൾ ആ പ്രൊജക്ട് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ കേസിൽ NHAI ആണ് പ്രിൻസിപ്പൾ. അപ്പൊ പ്രിൻസിപ്പള് ആ റോഡ് ഈ പറയുന്ന ABC എന്ന് പറയുന്ന കോൺട്രാക്ടർ അയാള് പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി അയാൾക്ക് പ്രിൻസിപ്പളിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് പോളിസിയുടെ സ്കോപ്പിൽ നിന്ന് ആ പ്രൊജക്ട് പോവാണ്. പിന്നെ അതൊരു ഓപ്പറേഷണൽ ഫേസിലേക്ക് കിടക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഫയർ പോളിസി അല്ലെങ്കിൽ MBD പോളിസി, EA പോളിസിയുടെ ഒരു കളി വരുന്നത്. അപ്പം ബേസിക്കലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയുടെ റെലവൻസ് വരുന്നത് ഈ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ട് കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. അതായത് സ്റ്റാർട്ട് ഓഫ് ദ പ്രൊജക്ട് ടു ടേക്കിംഗ് ഓവർ ഓഫ് ദ പ്രൊജക്ട് ബൈ ദ പ്രിൻസിപ്പൽ. അപ്പം അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ CAR പോളിസിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ CAR പോളിസി എന്ന് പറയുന്ന പോളിസി എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്ന പോലെ ജെട്ടി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാമിന്റെ കൺസ്ട്രക്ഷൻ, റോഡിന്റെ കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഇവിടെയൊക്കെ പൊതുവായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ സിമെന്റ് പണി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിവിൽ കൺസ്ട്രക്ഷന്റെ വർക്കുകളാണ് ഈ കാണുന്ന ഈ 4 ഫോട്ടോസിലും അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ ഉള്ള രീതിയിലുള്ള സംഗതികളാണ് ഈ 4 ഫോട്ടോസിലും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ നേരത്തെ കാണിച്ച ടാബിനകത്തുള്ള പോലെ തന്നെ പ്രൊജക്ട് പോളിസിയിൽ ഈ കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി അല്ലെങ്കിൽ EAR പോളിസി എന്ന് പറയുന്ന ഈ 2 പോളിസികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി ഒരാൾ എടുക്കുന്നത് സിവിൽ റിലേറ്റഡ് വർക്ക്സ് അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ ഈസ് മോർ ദാൻ 50% ഓഫ് ദ പ്രൊജക്ട് വാല്യൂ. ഇപ്പൊ 100 രൂപ ഉള്ള ഒരു 10 നില കെട്ടിടത്തിന്റെ ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് ഇപ്പൊ 70 രൂപയോളം സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആയിരിക്കും. സിമെന്റ്, നമ്മുടെ കട്ടയും സിമെന്റും വെച്ചുള്ള പണികളായിരിക്കും. ഈ ലിഫ്റ്റ് ഇറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ വർക്ക്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികൾ ഒരു 20 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ആ 100 രൂപയിൽ അങ്ങനെയുള്ള വർക്കായിരിക്കും പിന്നുള്ളത്. അപ്പം പ്രിഡോമിനന്റ് ആയിട്ട് സിവിൽ കൺസ്ട്രക്ഷൻ ഉള്ള പോളിസികൾ ഉള്ള പ്രൊജക്ട്സിനാണ് നമ്മൾ കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി കൊടുക്കുക. അപ്പം നമ്മൾ ഇതേ പറഞ്ഞ സംഗതി അവിടെ എഴുതിയിരിക്കുന്നത് ഡിസൈൻ ഫോർ എന്തിനാണ് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി, ഡിസൈൻ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് വേർ ദ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് മോർ ദാൻ 50% ഓഫ് ദ പ്രൊജക്ട് വാല്യൂ. എന്തിനൊക്കെയാണ് റോഡുകൾ ഉണ്ടാക്കാൻ, ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ, ഫാക്ടറി ബിൽഡിംഗ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ബിൽഡിംഗ്സ്, പിന്നെ വീടിന്റെ ഇന്റീരിയർ വർക്ക്സ്, ഇന്റീരിയർ ഡെക്കറേഷൻ വർക്ക്, അതേപോലെ ടണലുകൾ, ഡാമുകൾ, റിസർവോയർ, അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും നമുക്ക് കൊടുക്കാവുന്ന ഒരു പോളിസിയാണ് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി. അപ്പൊ ഞാൻ ഈ എന്താണ് കവർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നഷ്ടങ്ങൾ എന്ന് കാണിക്കുകയാണെന്ന് വിചാരിക്കരുത്.
നമ്മൾ എന്തിനാണ് ഈ പോളിസി കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ഇത് നമുക്ക് വേണമല്ലോ. ഈ പോളിസി കോൺട്രാക്ടേഴ്സ് ഓൾ റിസ്ക് പോളിസി എന്നാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഫയർ പോളിസി ഇതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു പോളിസി, ഓക്കെ, അതാണ് നമ്മുടെ CR പോളിസി. ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പോളിസിയാണ് ഫയർ പോളിസി. രണ്ടിന്റെ സ്വഭാവം വ്യത്യാസമാണ്. രണ്ട് സ്റ്റേജിലാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഈ കോൺട്രാക്ടേഴ്സ് ഓൾ റിസ്ക് പോളിസിയാണ്. അതായത് നമ്മുടെ ഫയർ പോളിസിയിൽ എങ്ങനെ ഒരു 12 നെയിംഡ് പെരിലുണ്ട്. ആ 12 നെയിംഡ് പെരിൽ കാരണം എന്തെങ്കിലും ലോസോ ഡാമേജോ ഉണ്ടായാൽ കവേർഡ് ആണ്. ആ 12 പേരിൽ അല്ലാതെ എന്ത് സംഭവിച്ചാലും ഫയർ പോളിസിക്കകത്ത് കവേർഡ് അല്ല. കോൺട്രാക്ടേഴ്സ് ഓൾ റിസ്ക് പോളിസി, ഓൾ റിസ്കിൽ എംഫസിസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ പറയപ്പെടുന്ന പോളിസി വേർഡിങ്സിൽ പറയപ്പെടുന്ന കുറച്ച് എക്സ്ക്ലൂഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാം ഈ പോളിസിക്കകത്ത് കവേർഡ് ആണ്. അപ്പം ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ബോംബെയിൽ നടന്നൊരു കേസാണ്. അപ്പോൾ ഇതൊരു ബ്രിഡ്ജ് ഒരു ഫ്ലൈ ഓവർ കൊളാപ്സ് ആയ കേസാണ്. അതൊരു കൊളാപ്സ് ക്ലെയിം ആണ്. അതായത് കൊളാപ്സ് എന്ന് പറയുന്ന ഒരു ലോസ് ആണ്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് റോഡ് ഒഴുകിപ്പോയതാണ് ഫ്ലഡില്. റോഡ് ഒലിച്ചു പോകാന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവമാണ്. അതായത് ഫ്ലഡ് ക്ലെയിം ആണ്, ഇതൊരു കൊളാപ്സ് ക്ലെയിം. പിന്നെ അടുത്ത സ്ലൈഡിൽ ഉള്ളത് നമ്മൾ ഈ അടുത്തിടെ കേരളത്തിലൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു ലാൻഡ് സ്ലൈഡ് ആണ്. ലാൻഡ് സ്ലൈഡ് കാരണം ആ ബിൽഡിംഗ് ഒക്കെ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അതൊരു AOG പെറിൽ തന്നെയാണ് ലാൻഡ് സ്ലൈഡ് കാരണം ഉണ്ടാകുന്നത്. അപ്പുറത്ത് കാണിക്കുന്നത് ഒരു റൈറ്റ് അല്ലെങ്കിൽ കലാപം, ലഹള അല്ലെങ്കിൽ മലീഷ്യസ് ഡാമേജ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന സംഭവമാണ്. അപ്പം ഈ മലീഷ്യസ് ഡാമേജ് അല്ലെങ്കിൽ റൈറ്റ് സ്ട്രൈക്ക് RSMD എന്ന് നമ്മൾ ഫയറിലൊക്കെ പറയുന്ന ആ സംഗതി കാരണം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടാകുന്ന നമ്മുടെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അതും കവേർഡ് ആണ്. അപ്പം കൊളാപ്സ് ക്ലെയിംസ്, ഫ്ലഡ് ക്ലെയിംസ്, അതായത് AOG ക്ലെയിംസ്, പിന്നെ RSMD ക്ലെയിംസ്, പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത സ്ലൈഡിൽ കാണിക്കാൻ പോകുന്ന ഈ മേളത്തെ ആദ്യം കാണിക്കുന്ന സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഫയറിന്റെയാണ്. ഒരു ബിൽഡിങ്ങിൽ ഒരു തീപിടുത്തം നടന്നതിന്റെയാണ്. അപ്പം ഇതിനകത്ത് ഫയർ, ലൈറ്റ്നിങ്, ഇംപ്ലോഷൻ, എക്സ്പ്ലോഷൻ, എയർക്രാഫ്റ്റ് ഡാമേജ്, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഈ നമ്മുടെ CR പോളിസിയിൽ കവേർഡ് ആണ്. ഇതിനകത്തുള്ള താഴെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് അറിയാം ഒരു ബർഗ്ലറിയുടെ ഒരു ഇതാണുള്ളത്. അപ്പൊ തെഫ്റ്റ് ആൻഡ് ബർഗ്ലറി ഈസ് ഓൾസോ കവേർഡ് ഉണ്ട് കോൺട്രാക്ടേഴ്സ് ഓൾ റിസ്ക് പോളിസി. ഓൾ റിസ്ക് പോളിസിയാണ് ഏകദേശം എല്ലാ തരത്തിലുള്ള സംഗതികളും ഇപ്പം കവേർഡ് ആയി. പിന്നെ ഇതിനകത്ത് നെയിംഡ് പേരിലല്ല, ഇതൊരു ജസ്റ്റ് എക്സ്ക്ലൂസീവ് ലിസ്റ്റ് അല്ല, മെയിൻ ആയിട്ട് വരുന്ന എന്തൊക്കെ കവറേജസ് ആണെന്നുള്ളതാണ്. ഇത് ഓൾ റിസ്ക് പോളിസി ആയതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ കവേർഡ് എന്ന് പറഞ്ഞ് കാണത്തില്ല, എന്തൊക്കെ കവേർഡ് അല്ല എന്നുള്ളതായിരിക്കും നമുക്ക് പോളിസി വേർഡിങ്സിൽ കാണുക. ആ കവേർഡ് അല്ലാത്ത ബാക്കിയെല്ലാം കവേർഡ് ആണ് എന്നുള്ളതാണ് ഒരു കോൺട്രാക്ടേഴ്സ് ഓൾ റിസ്ക് പോളിസിയുടെ ബേസിക് ഡെഫിനേഷൻ. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ ഓൾ റിസ്ക് കവറേജ് ആണ് സബ്ജക്ട് ടു സർട്ടൻ എക്സ്ക്ലൂഷൻസ് നമ്മൾ ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ നോക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് കവർ ചെയ്യുന്ന എന്തിനാണ്? ഇത് ഫ്ലോട്ടർ ഒന്നുമല്ല, ഒരു പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റ് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ റോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെച്ച് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇതാണ്. നമുക്ക് റോഡിലേക്ക് നമുക്കൊരു ഫാക്ടറി പണിയുന്നോ ബിൽഡിംഗ് പണിയുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വേണ്ടുന്ന സിമെന്റ്, മണല്, അല്ലെങ്കിൽ അതിനുള്ള മെഷീനറീസ്, ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ആദ്യം നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. പിന്നെയാണ് നമ്മൾ പതുക്കെ പണി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്. അതായത് പ്രൊജക്ട് covers physical loss or damage to the project works while storage at the site, during construction at the site and during defects liability. ഞാൻ നേരത്തെ നിങ്ങളുടെ ഡിഫക്ട്സ് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചതിനകത്ത് അത് കാണിക്കാൻ പറ്റിയില്ല. ഡിഫക്ട്സ് ലയബിലിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട്, അതായത് മെയിൻ്റെനൻസ്, എക്സ്റ്റൻഡഡ് മെയിൻ്റെനൻസ് പീരീഡ് എന്നുള്ളതാണ് നമ്മുടെ ഇൻഷുറൻസിലാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേര്. അതായത് പ്രൊജക്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള, ഇപ്പോൾ സേ എക്സാമ്പിൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ, നിങ്ങൾക്ക് 24 മാസത്തെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ള ഒരു പ്രൊജക്ട്, അതിന് മെയിൻ്റെനൻസ് പീരീഡ് 12 മാസവും പ്രിൻസിപ്പൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 24 മാസത്തെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ പിന്നുള്ള 12 മാസം ഉള്ള ഒരു കവറേജ് അല്ലെങ്കിൽ ഉള്ള പീരീഡിനാണ് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് മെയിൻ്റെനൻസ് പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു സ്ലൈഡിൽ എക്സ്റ്റൻഡഡ് മെയിൻ്റെനൻസ് കവർ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വേഗം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് കോൺട്രാക്ടർ ഈ കോൺട്രാക്റ്റിലുള്ള ഒബ്ലിഗേഷൻസ്, മെയിൻ്റെനൻസ് പ്രൊവിഷൻസിലുള്ള ഒബ്ലിഗേഷൻസ് ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓപ്പറേഷൻസ് കാരണം നമ്മുടെ പ്രൊജക്ട് വർക്കിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടായാൽ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫേസിൽ അയാൾ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ ആ ലോസ് വന്നാൽ
ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഡിഫക്ട് ലയബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് മെയിൻ്റനൻസ് കവർ എന്ന് പറയുന്ന സംഗതി കവർ ആവുക. ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ പറയാം. നമുക്കിനി നോക്കാനുള്ളത് കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി ആർക്കൊക്കെ എടുക്കാം എന്നുള്ളതാണ്. കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി എടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രിൻസിപ്പളും കോൺട്രാക്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് എന്തായാലും എടുക്കാൻ പറ്റും. പിന്നെ ഒരു കോൺട്രാക്ട് എടുത്താൽ മൊത്തം അയാളായിരിക്കില്ല ചെയ്യുക. അതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് പാർട്ട് വേറൊരു അതായത് സബ് കോൺട്രാക്ട് കൊടുക്കും. അപ്പം ആർക്കൊക്കെ പോളിസി എടുക്കാം എന്നുള്ളതിൽ പ്രിൻസിപ്പളിന് പോളിസി എടുക്കാം, കോൺട്രാക്ടർക്ക് പോളിസി എടുക്കാം, സബ് കോൺട്രാക്ടേഴ്സിന് പോളിസി എടുക്കാം. പിന്നെ ചില കേസിൽ ഫിനാൻഷ്യൽസിന് പോളിസി ഉണ്ട്. ഇപ്പം ഒരു പ്രൊജക്ട്, ഇപ്പം ഞാനൊരു പ്ലോട്ട് ഉണ്ട്, ഞാൻ അവിടെ ഒരു ഫാക്ടറി തുടങ്ങാൻ പോവാണ്. പക്ഷെ ഫാക്ടറി തുടങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മൾ ബാങ്കിന് അതിലൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ബാങ്കുകാർക്കും പോളിസി എടുക്കാം. പക്ഷെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫയർ പോളിസികളൊക്കെ ചെയ്യുന്ന പോലെ എന്താണ് നമ്മുടെ എഗ്രീഡ് ബാങ്ക് ക്ലോസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈപ്പോത്തിക്കേഷന്റെ ആ സംഗതി ഇട്ടിട്ട് അവരുടെ പേര് ആഡ് ചെയ്ത് അവരുടെ ഇൻഷുറൻസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ പോളിസി ഡോക്യുമെന്റിൽ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് എന്താ പറയുക ആർക്കൊക്കെ പോളിസി എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സംഭവം. ഇനി സ്കോപ്പ് ഓഫ് കവറേജ് ഞാൻ നേരത്തെ കാണിച്ച ആ 2 സ്ലൈഡിലുള്ള ഇമേജസ് തന്നെയാണ്. ഒന്ന് എന്താ പറയുക ഒന്ന് നമ്മുടേതായ രീതിയിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു എന്ന് മാത്രം. പക്ഷെ ഇതൊരു എക്സ്ക്ലൂസീവ് അല്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ ദീസ് ആൻ ഓൾഡേഴ്സ് പോളിസി വിത്ത് സർട്ടൻ എക്സെപ്ഷൻസ് ഇൻവോൾവ് ഡ്യൂറിംഗ് സ്റ്റോറേജ്, അസംബ്ലി, ഇറക്ഷൻ ഓർ കൺസ്ട്രക്ഷൻ അഗൈൻസ്റ്റ് ഈ കാണുന്ന ഒരു 4-5 മേജർ പെറിൽസ്. അതൊരു എന്താ പറയാ ഫുൾ ലിസ്റ്റ് അല്ല, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഗതികളുള്ളൂ. അതായത് ഫയർ, ലൈറ്റ്നിങ്, തെഫ്റ്റ്, ബർഗ്ലറി, എയർക്രാഫ്റ്റ് ഡാമേജ്, എക്സ്പ്ലോഷൻ, ഇംപ്ലോഷൻ. ഇതിനെയൊക്കെ നമുക്ക് ലൊക്കേഷൻ റിസ്ക് എന്നുള്ള ഒരു ഓൾഡ് റിസ്ക് അല്ല. അപ്പൊ ലൊക്കേഷൻ റിസ്ക് എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറൈസ് ചെയ്താൽ ഇതിന്റെ ഉള്ളിൽ പെടുന്ന സാധനമാണ് ഇത്. ഹാൻഡ്ലിംഗ് റിസ്ക്, അതായത് കൊളീഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് ഡാമേജ് തുടങ്ങിയ സംഗതികൾ. പിന്നെ ഹ്യൂമൻ എലമെന്റ്സ്, അതായത് നെഗ്ലിജൻസ്. ഇപ്പൊ വിൽഫുൾ നെഗ്ലിജൻസ്, മനഃപൂർവ്വമുള്ള നെഗ്ലിജൻസ് ഒരിക്കലും കവേർഡ് അല്ല. പക്ഷെ മനഃപൂർവ്വം അല്ലാത്ത നെഗ്ലിജൻസുകൾ ഇതിൽ കവേർഡ് ആണ്. അതേപോലെ ഞാൻ കുറച്ചും ഒരു ഫോട്ടോയിൽ റൈറ്റ്, സ്ട്രൈക്ക്, മലീഷ്യസ് ഡാമേജ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഹ്യൂമൻ എലമെന്റ് റിസ്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ഉള്ളത് മേജർ പെറിൽസ്. നേരത്തെ നമ്മളെ കാണിച്ച പോലെ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ പോലെ എർത്ത് STFI, പിന്നെ ലാൻഡ് സ്ലൈഡ്, റോക്ക് സ്ലൈഡ്, സബ്സിഡൻസ്, അങ്ങനെയുള്ള കൊളാപ്സ് ക്ലെയിംസ്, അതൊക്കെ നമുക്ക് മേജർ പെറിൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ള റിസ്കുകൾ. എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരു നെയിംഡ് പെറിൽ പോളിസി അല്ല. അതുകൊണ്ട് തന്നെ ഈ റിസ്കുകൾ മാത്രമല്ല, പക്ഷെ മേജർലി ഈ റിസ്കുകളൊക്കെ തന്നെയാണ് സാധാരണ ഒരു കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സ്പേസിൽ ട്രിഗർ ചെയ്യുന്ന സാധനം. അപ്പം പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്പറേഷണൽ പോളിസികളിൽ 12 മാസം, ഞാൻ പറഞ്ഞത് 12 മാസം അതിൽ കുറവുള്ള സമയത്തെ നമുക്കൊരു പോളിസി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. 12 മാസത്തിൽ കൂടുതൽ 14 മാസത്തിനോ 15 മാസത്തിനോ ഒരു മെഷീനറി ഇൻഷുറൻസോ EI പോളിസിയോ ഫയർ പോളിസിയോ ഒന്നും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രൊജക്ട് പോളിസികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിസി പീരീഡ് എന്ന് പറയുന്നത് പ്രൊജക്ട് പീരീഡ് ആണ്. ഈ പ്രൊജക്ട് പീരീഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ LOA അല്ലെങ്കിൽ NOA എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് അവാർഡ്. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എന്താണ് ഇത്ര സമയം കൊണ്ട് 24 മാസം കൊണ്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രൊജക്ടിന്റെ കോൺട്രാക്ട് വാല്യൂ ഇത്രയാണ്, ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്ര മാസം കൊണ്ടാണ്, ഇത്ര ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു LOA വായിച്ചാൽ തന്നെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്താണ് പ്രൊജക്ട്, അതായത് എന്ത് പ്രൊജക്റ്റ് ആണ്, എത്ര കാലം കൊണ്ടാണ്, എത്ര വാല്യൂ ഉള്ള പ്രൊജക്റ്റ് ആണ്, പിന്നെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എത്ര നാളത്തേക്ക് വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് LOA മാത്രം കിട്ടിയാൽ പറ്റും. പിന്നെ LOA ബേസിക് പർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രൊജക്ട് അവാർഡ് ആയിട്ടുണ്ടോ, ഇന്നയാൾക്ക് തന്നെയാണോ പ്രൊജക്ട്. ചിലർ ഈ ബഡ്ജറ്ററി കോട്ട് ചോദിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് ഇപ്പൊ അവര് ഒരു ടെൻഡറിൽ പ്രൊജക്ട് അവാർഡ് ചെയ്യുമ്പോൾ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഇൻഷുറൻസിന്റെ കമ്പണന്റും ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലോവസ്റ്റ് ബിഡർ ആയാൽ മാത്രമേ പിന്നെ ആ പ്രൊജക്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബഡ്ജറ്ററി കോട്ടിനൊക്കെ വേണ്ടി നമ്മളെ സമീപിക്കുകയും അപ്പൊ നമ്മളൊരു റഫ് കോട്ടൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒരാൾ വന്നൊരു കോട്ട് ചോദിച്ചാൽ അത് ബഡ്ജറ്ററി കോട്ടാണോ അല്ലെങ്കിൽ ആക്ച്വൽ കോട്ടാണോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ LOAയുടെ കാര്യം ചോദിച്ചാൽ ഇപ്പൊ LOA അയാൾ തരികയാണെങ്കിൽ അയാളുടെ പേരിൽ അവാർഡ് ആയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രൊജക്ട് അയാൾക്ക് തന്നെയാണ്. അപ്പൊ അയാൾക്ക് വേണ്ടുന്ന നല്ല കോട്ട് കൊടുത്താൽ ആ ബിസിനസ് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പീരീഡ് ഓഫ് ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്ട് പീരീഡ് ആണ്. അപ്പൊ പ്രൊജക്ട് പീരീഡ് എങ്ങനെ എടുക്കുന്നു, അപ്പം പ്രൊജക്ട് പീരീഡിന് ഒരു ഫ്രമും ടൂവും ഡേറ്റ് ഉണ്ട്. അപ്പൊ ഫ്രം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 സംഗതികളുടെ ബേസിസിലാണ്. അതായത് ഈ നമ്മൾ ഈ ഒരു സംഗതി പണിയാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം ഈ അൺലോഡ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ എത്തുന്ന തീയതി, അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി, ഇതിൽ രണ്ടിലും ഏതാണോ ആദ്യം തുടങ്ങുന്നത് അതായിരിക്കും നമ്മുടെ ഫ്രം ഡേറ്റ്.
ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കോൺട്രാക്ടിനകത്ത് പറയുന്നുണ്ടോ രണ്ട് വർഷം. അപ്പം ഫ്രം ഡേറ്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എന്നാണോ 2 വർഷം കഴിയുന്നത് അതായിരിക്കും ടു ഡേറ്റ്. അതായത് പോളിസി ഷെഡ്യൂളിലുള്ള ഡേറ്റ് തന്നെയായിരിക്കും. പിന്നുള്ളത് വേറൊരു സംഗതി എന്താന്ന് വെച്ചാല് ഇപ്പൊ ചിലര് സേഫ് ആയിട്ട് കളിക്കാൻ വേണ്ടി ഇപ്പം സാധാരണ പ്രൊജക്ട് പോളിസിയുടെ ഒരു റേറ്റിംഗിന്റെ ഒക്കെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഇനിഷ്യൽ ആദ്യം പോളിസി എടുക്കുമ്പം എന്താ പറയാ ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ട് ആ പ്രൊജക്ട് കിട്ടാൻ വേണ്ടി എടുക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വട്ടം പ്രൊജക്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് സാധാരണ രീതിയിൽ പ്രൊജക്ടുകൾ ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ എക്സ്റ്റെൻഡ് ആയി, അതായത് പ്രൊജക്ട് തീർന്നില്ലെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ആയി ആ ഇൻഷുറൻസ് കമ്പനിയായിട്ട് തന്നെയാണ് എക്സ്റ്റെൻഡ് ആയി പോകുന്നത്. അപ്പൊ ഓരോ വട്ടവും എക്സ്റ്റൻഷൻ നടത്തുമ്പോൾ ഈ ഡിസ്കൗണ്ടിന്റെ പാറ്റേൺ കുറയും. കാരണം ലയബിലിറ്റി നമ്മൾ കൂടുതൽ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു 2 വർഷം കൊണ്ട് ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് തീർന്നു വിചാരിച്ചു. പക്ഷെ 2 വർഷം കൊണ്ട് തീർന്നില്ല. ഇപ്പൊ എന്റെ ലയബിലിറ്റി പിന്നെ ഒരു 5-6 മാസം കൂടെ എക്സ്റ്റെൻഡ് ആവുക. അപ്പം സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് കുറയ്ക്കും, അല്ലെങ്കിൽ ലോഡിങ് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ പ്രീമിയത്തിൽ ഇൻക്രീസ് വരും. ഇപ്പൊ ചിലർ സേഫ് ആയിട്ട് കളിക്കാൻ വേണ്ടി ഇപ്പൊ 18 മാസം ഒരു പ്രൊജക്ട് ആണെങ്കിൽ അയാള് ഒരു 2 മാസം കൊണ്ട് ചിലപ്പോൾ എന്തായാലും ഒരു 3-4 മാസം കൂടി എടുക്കും. അപ്പൊ ഒരു 27 മാസത്തെ പ്രൊജക്ട് അങ്ങ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരൊരു 27 മാസത്തെ പ്രൊജക്ട് പീരീഡ് അങ്ങോട്ട് എടുക്കും. ആക്ച്വൽ കൺസ്ട്രക്ഷൻ പീരീഡ് ഈസ് 18 മാസം. പക്ഷെ ടു ബി ഓൺ ദ സേഫർ സൈഡ് അല്ലെങ്കിൽ പ്രീമിയം ലാഭിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും റീസണുകളുണ്ട് അവർ 27 മാസത്തേക്ക് ഒരു പോളിസി എടുക്കുകയാണ്. അപ്പം വിചാരിച്ച പോലെ തന്നെ കൃത്യം 18 മാസം കൊണ്ട് പ്രൊജക്ട് തീർന്നു. അപ്പൊ ഇയാൾ റീഫണ്ട് ചോദിച്ചു വന്നാൽ നമുക്ക് റീഫണ്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ആക്ച്വൽ കൺസ്ട്രക്ഷൻ പീരീഡിനേക്കാളും കൂടുതൽ പീരീഡ് ആണ് നമ്മൾ പോളിസി ഷെഡ്യൂൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടില്ല. അപ്പൊ റീഫണ്ട് എപ്പോഴൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ ആക്ച്വൽ കൺസ്ട്രക്ഷൻ പീരീഡ് എത്രയാണോ അത്രയും പീരീഡിനെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആ സാഹചര്യത്തിൽ ആ പോളിസി ഇപ്പൊ 2 വർഷത്തെ ഒരു ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളത്. അയാൾ 27 മാസത്തെ ഒരു കൺസ്ട്രക്ഷൻ പീരീഡ് ആയിരുന്നു, അയാൾ 18 മാസം കൊണ്ട് തീർത്തു എന്ന് വിചാരിക്കുക. ഈ 18 മാസം ഉള്ള അയാളെ ക്ലെയിംസ് ഹിസ്റ്ററി 60% താഴെ ആയിരിക്കണം. പിന്നുള്ളത് മിനിമം പോളിസി പീരീഡ് 18 മാസം, അതായത് 14 മാസം ഉള്ള ഒരു പ്രൊജക്ടിന് ഒരിക്കലും റീഫണ്ട് ഏർലി കംപ്ലീഷൻ ആണെങ്കിൽ റീഫണ്ട് കിട്ടില്ല. പക്ഷെ 18 മാസമോ അതിൽ കൂടുതലുള്ള ഒരു പോളിസിക്ക് റീഫണ്ട് കിട്ടും. അപ്പം നമ്മുടെ ഈ കേസിൽ 24 മാസത്തെ തീരേണ്ട സംഗതി 18 മാസം കൊണ്ട് തീരുകയും ഇതിന്റെ ICR 60% താഴെയാവുകയും ചെയ്യുന്ന സാഹചര്യത്തില് ഈ പിന്നുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് ഇപ്പം 18 മാസം കൊണ്ട് തീർന്നല്ലോ. അപ്പൊ അതായത് 6 മാസത്തെ ഇത് വന്നു, എന്താ പറയാ മുമ്പ് തീർത്തു, 6 മാസം മുമ്പ് തീർത്തു. ഇതേ സംഗതി 27 മാസം കംപ്ലീറ്റ് ചെയ്തതിന്റെ പ്രൊജക്ട് 22 മാസത്തിൽ കംപ്ലീറ്റ് ചെയ്താൽ 2 മാസം ഗ്യാപ്പ് ഉള്ളൂ, അല്ലെ? സേവ് ചെയ്ത് 2 മാസമേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും കിട്ടില്ല. മിനിമം 3 മാസമെങ്കിലും ഗ്യാപ്പ് വേണം. അപ്പൊ 3 മാസം, അപ്പൊ 21 മാസം ആണെങ്കിൽ കിട്ടും. അതായത് 27 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്ട് 21 മാസം കൊണ്ട് തീർത്താൽ കിട്ടും. പക്ഷെ 27 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്ട് 22 മാസം കൊണ്ട് തീർത്താൽ കിട്ടില്ല. ഇതൊക്കെ റെയർ ആയിട്ടാണ്. പ്രൊജക്ടുകളൊന്നും ഒരിക്കലും നേരത്തെ കംപ്ലീറ്റ് ആവുക എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ സംഭവിച്ചാൽ ഇതാണ് അതിന്റെ മോഡസ് ഓപ്പറാൻഡി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ റീഫണ്ട് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇപ്പം ഒരു വലിയ പ്രൊജക്റ്റിലൊക്കെ ഫേസ് ആയിട്ട്, അതായത് ആദ്യം ഇപ്പൊ 2 ബ്ലോക്കുള്ള ഒരു ബിൽഡിംഗ് പണിയാന്ന് വിചാരിക്കുക. 2 ബ്ലോക്ക് 1 ബ്ലോക്ക് 2. അപ്പൊ ഈ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2നോട് ഒരൊറ്റ പ്രൊജക്ട് പോളിസിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബ്ലോക്ക് 1ന്റെ പണി കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ പരിപാടി തുടങ്ങി, അവിടെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങി എന്ന് വിചാരിക്കുക. ബ്ലോക്ക് 2ന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ബ്ലോക്ക് 1ന്റെ പരിപാടി കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുക അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അത് വർക്കിന് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്താൽ വൺസ് ഇതെന്താണ്, ഇറ്റ് ഈസ് ബീങ് ടേക്കൺ ഓവർ ബൈ ദ പ്രിൻസിപ്പൾ, അല്ലെ? പ്രിൻസിപ്പൾ ആ പ്രൊജക്ട് എടുത്തിരിക്കുകയാണ്. പ്രിൻസിപ്പൾ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി, ആ ബ്ലോക്ക് അയാൾ കോൺട്രാക്ടറുടെ നിന്ന് എടുത്ത് അയാൾ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ആ ബ്ലോക്ക് 1 നമ്മുടെ പ്രൊജക്ട് പോളിസിയുടെ സ്കോപ്പിന് വെളിയിലായിരിക്കും വരിക. ഇനി ബ്ലോക്ക് 2 മാത്രമേ കാണുള്ളൂ. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് തീരുന്നിടത്തോളം കാലം ബ്ലോക്ക് 2 മാത്രമേ പിന്നെ നമ്മുടെ പ്രൊജക്ടിന്റെ സ്കോപ്പിലേക്ക് വരുള്ളൂ. കാരണം വൺസ് അത് ഓപ്പറേഷണൽ ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫേസ്ഡ് മാനർ, അപ്പൊ ആദ്യം ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തു, മാറ്റി. ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് മാറും. അപ്പൊ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2, അപ്പൊ ബ്ലോക്ക് 1 ഒരു വട്ടം കംപ്ലീറ്റ് ആയി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊജക്ട് പോളിസിയുടെ സ്കോപ്പിൽ അത് മാറുകയാണ്. അതാണ് ഈ മൂന്നാമത് എഴുതിയിരിക്കുന്ന പോയിന്റ്. ലയബിലിറ്റി സീസസ് ഫോർ പാർട്സ് ഓഫ് കോൺട്രാക്ട്സ് ടേക്കൺ ഓവർ ഓർ പുട്ട് ഇൻ ടു സർവീസ് ബൈ ദ പ്രിൻസിപ്പൾ. പിന്നെ നമ്മുടെ ഈ ട്രീറ്റി റെസ്ട്രിക്ഷൻ ഒക്കെ പ്രകാരം ഈ പ്രൊജക്ട് പോളിസീസ് നമുക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് 96 മാസത്തേക്കാണ്. അതായത് 8 വർഷം വരെയുള്ള പ്രൊജക്ട് പോളിസികൾ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. 8 വർഷത്തിൽ കൂടുതലുള്ള പ്രൊജക്ട് പോളിസി ഇൻഷുർ ചെയ്യണമെങ്കിൽ വെളിയിൽ RI റീഇൻഷുറൻസ് മാർക്കറ്റിലൊക്കെ പോയി അതിനുള്ള കോട്ട് വാങ്ങിക്കാനാണ്. ഒരു സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 96 മന്ത്സ് വരെ. ഇനി അടുത്തത് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് മെറ്റീരിയൽ ഡാമേജ് സെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ, റൈറ്റ്, സ്ട്രൈക്ക്, STFI അങ്ങനെയുള്ള
എക്സ്ക്ലൂഡ് ചെയ്യാത്ത എല്ലാ പേരുകൾ വെച്ചുണ്ടാകുന്ന പോളിസികൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെറ്റീരിയൽ ഡാമേജ് സെക്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടി ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു മീൻസ് ഇൻഷുർഡിന്റെ വർക്കറോ അല്ലെങ്കിൽ ഇൻഷുർഡോ അല്ലാതെ അയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മൂന്നാമതൊരാൾ, അതാണ് തേർഡ് പാർട്ടി. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാല്, ഇപ്പം ഇതൊരു ഒരു പ്ലോട്ടാണെന്ന് വിചാരിക്കാം. ഈ പ്ലോട്ടില് ഇവിടെ ഒരു ബിൽഡിംഗ് ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കോൺട്രാക്ടർ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു റോഡാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ട്. ഇത് ഇങ്ങനെ കോമ്പൗണ്ട് വാളാണ്. ഈ കോമ്പൗണ്ട് വാളിനകത്ത് ഈ കോമ്പൗണ്ട് വാൾ പണിഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു റോഡ്. റോഡ്. അപ്പൊ റോഡിൽ കൂടെ ഒരാൾ നടന്നു പോവാ, ഏതോ ഒരാൾ, ഒരു പരിചയമില്ലാത്ത ഒരു വഴി പോക്കൻ നടന്നു കൊണ്ടുപോവാ. എ എന്നാണ് അയാളുടെ പേര്. ഓക്കെ, എ എന്ന് പറയുന്ന വഴി പോക്കൻ റോഡിൽ കൂടെ നടന്നുകൊണ്ട് പോകുന്നു. ബി എന്ന് പറയുന്ന ഈ സൈറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പണിക്കാരനും ഈ ഇങ്ങോട്ട് വരാൻ വേണ്ടി ബി എന്ന് പറയുന്ന പണിക്കാരൻ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്ത് സംഭവിച്ചു, നമ്മൾ ഈ എക്സ്ക്ലൂഡഡ് അല്ലാത്ത എന്തോ ഒരു റിസ്ക് കാരണം കോമ്പൗണ്ട് വാള് തകർന്നു. ഈ രണ്ട് സൈഡിലെയും കോമ്പൗണ്ട് വാൾ തകർന്നു. ഈ കോമ്പൗണ്ട് വാളും തകർന്നു, ഈ കോമ്പൗണ്ട് വാളും തകർന്നു. ഈ കോമ്പൗണ്ട് വാൾ തകർന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ട് വീണു. ഓക്കെ, വീണപ്പം ഈ പോകുന്ന വഴിപോക്കൻ, ഈ പ്രൊജക്റ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഈ പുള്ളിയുടെ കാലൊടിഞ്ഞു. ഈ നമ്മുടെ പണിക്കാരന്റെയും എംപ്ലോയി എന്ന് പറയുന്ന ആളുടെ കാലൊടിഞ്ഞു. ഓക്കെ, ഇയാൾ കോടതിയിൽ പോയി, എ എന്ന് പറയുന്ന പുള്ളി കോടതിയിൽ പോയി കേസ് നടത്തി, കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഒരു അവാർഡ് കൊടുത്തു. അപ്പൊ ഈ പോളിസിയിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി, കൺസ്ട്രക്ഷൻ ഓർഡേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയിൽ ഒരു തേർഡ് പാർട്ടി ലയബിലിറ്റിയും കൂടെ ഉണ്ടായതുകൊണ്ട് പുള്ളി ഈ ഇൻഷുർഡ് അല്ലെങ്കിൽ കോൺട്രാക്ടർ എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടു. ആ കൊടുത്ത അവാർഡ് ഈ പോളിസിയിൽ ക്ലെയിം ചെയ്ത് അയാൾ മറ്റേ വഴിപോക്കന്റെ ക്ലെയിം സെറ്റിൽ ചെയ്തു. ഈ ബി എന്ന് പറയുന്ന പുള്ളിക്ക് എന്താ സംഭവിക്കുക, അയാൾ തേർഡ് പാർട്ടി അല്ല, അയാളുടെ സ്വന്തം എംപ്ലോയി ആണ്, ഈ കോൺട്രാക്ടർ എംപ്ലോയി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു WC പോളിസിയോ അല്ലെങ്കിൽ PA പോളിസിയോ ഈ നമ്മുടെ കോൺട്രാക്ടർ എടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അയാൾക്കുള്ള ക്ലെയിം നമ്മുടെ ഈ പോളിസിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അയാളുടെ സ്വന്തം ആളാണ്. ഓക്കെ, ഓൺ എംപ്ലോയി അല്ലെങ്കിൽ ഇൻഷുർസ് എംപ്ലോയി അല്ലെങ്കിൽ ഇൻഷുർസ് വർക്ക്മാൻ എന്നുള്ള രീതിയിൽ കിടക്കുന്ന ആളാണ് ബി. എയുടെ കാര്യം അങ്ങനെ, അയാളൊരു തേർഡ് പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ഷൻ കാരണം ഉണ്ടായ ഒരു പ്രശ്നം കാരണം ഒരു ലയബിലിറ്റി ഉണ്ടായിരിക്കണം മൂന്നാമതൊരാൾ. അപ്പൊ അതാണ് ഈ സെക്ഷൻ 2 അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി കവർ ചെയ്യുക. ഇതേപോലെ ഇപ്പൊ ഇതൊരു ബിൽഡിംഗ് ആണ്, ഇത് നമ്മുടെ ഒരു പ്ലോട്ടാണ്, ഇപ്പുറത്തൊരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഹോട്ടലാണ്. ഹോട്ടലാണ്. ഹോട്ടലിന് ഇവിടെ ഒരു ചെറിയ വിറക് പോലൊരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. തീ വിറകൊക്കെ സൂക്ഷിക്കാനായിട്ട് വിറക് പോലെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു കോമ്പൗണ്ട് വാൾ, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് വീണ് ഇതിന്റെ മണ്ടയിലോട്ട് വീണം, ഇതിന്റെ മുകളിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇയാൾ എക്സ്, ഇയാൾ വൈ, യാതൊരു ബന്ധവുമില്ല. ഇത് വീണു, ഇത് തകർന്നു, ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. അവസാനം ഇയാൾക്ക് ഈ പോളിസി കണ്ടേണ്ടത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് എന്താണ് തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻ CR പോളിസിയുടെ ഗുണങ്ങൾ. ഇപ്പം വേറെ ആഡ് ഓണിനെയും കൂടെ പറ്റി ഞാൻ പറയാം. അത് നമുക്ക് ഇനി വരുന്ന സ്ഥലം ഡിസ്കസ് ചെയ്യുന്നതിൽ ഞാൻ പറയാം. ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ട്. ഇതും എക്സിന്റെ തന്നെയാണ്, ഇതും എക്സിന്റെ തന്നെയാണ്. ഇത് രണ്ടും ഒരാളുടെ തന്നെയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, ഇവിടെ അയാളുടെ വേറൊരു പ്ലോട്ട് ഉണ്ട്, ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോമ്പൗണ്ട് വാൾ വീണു. വേറെ ആഡ് ഓണിനെ പറ്റിയിട്ടാ ഞാൻ പറയാം, തേർഡ് പാർട്ടി ലയബിലിറ്റിയെ പറ്റിയല്ല. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാളുടെ തന്നെ സാധനങ്ങളാണ്. അപ്പോ ഇവിടുത്തെ പ്രോപ്പർട്ടിക്ക് ഒരു ഡാമേജ് സംഭവിച്ചു, വിറക് വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഡാമേജ് സംഭവിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും തേർഡ് പാർട്ടി ലയബിലിറ്റി പോളിസിയിൽ കവർ ചെയ്യാൻ പറ്റില്ല, കാരണം തേർഡ് പാർട്ടി അല്ല, ഇയാളുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെ, ഓണേഴ്സ് സറൗണ്ടിങ് പ്രോപ്പർട്ടി, അല്ലെ, ഓണറിന്റെ ഈ പോളിസി സൈറ്റിന് സറൗണ്ടിങ്ങിലുള്ള അതിൽ അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പൊ ഓണർ സറൗണ്ടിങ് പ്രോപ്പർട്ടി എന്നൊരു ആഡ് ഓൺ ഉണ്ട് നമ്മുടെ CR പോളിസിയിൽ. ആ ആഡ് ഓൺ അയാൾ ഒരു ലിമിറ്റ് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റ് വരെയുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ആ ലിമിറ്റ് വരെയുള്ള ലോസ് നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഓണർ സറൗണ്ടിങ് പ്രോപ്പർട്ടി എന്നുള്ള ആഡ് ഓണിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു, നമ്മൾ വരുന്ന സ്ലൈഡിൽ അത് പറയും. അപ്പൊ രണ്ട് സെക്ഷൻ ആണുള്ളത്, മെറ്റീരിയൽ ഡാമേജ് സെക്ഷൻ, തേർഡ് പാർട്ടി ലയബിലിറ്റി സെക്ഷൻ. തേർഡ് പാർട്ടി മെറ്റീരിയൽ ഡാമേജ് എന്ന് പറയുന്നത് പേര് ഇംപ്ലൈ ചെയ്യുന്നില്ല, ആ പ്രോപ്പർട്ടിക്ക് സംഭവിക്കുന്ന എക്സ്ക്ലൂഷൻസ് ഒഴികെയുള്ള വേറെ എന്ത് റിസ്ക് കാരണം സംഭവിക്കുന്ന ലോസുകൾ. സെക്ഷൻ 2 ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, പ്രോപ്പർട്ടി ഡാമേജ് ടു തേർഡ് പാർട്ടി, ബോഡിലി ഇഞ്ചുറി ടു തേർഡ് പാർട്ടി അതർ ദാൻ കോൺട്രാക്ടേഴ്സ്, വർക്ക്മാൻ അല്ലെങ്കിൽ കോൺട്രാക്ടർ, എംപ്ലോയി, ഫാമിലി മെമ്പർ, എന്താണെന്ന് വെച്ചാൽ അത്. തേർഡ് പാർട്ടി ലയബിലിറ്റി വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, തേർഡ് പാർട്ടി ലയബിലിറ്റിയുടെ ഈ മെറ്റീരിയൽ ഡാമേജിൽ ഒരു ലോസ് വന്നാൽ, ഇപ്പൊ 1 കോടിയുടെ ലോസ് വന്നാൽ നിങ്ങൾ പ്രോറാറ്റ ബേസിസിൽ 1 കോടി പ്രീമിയം നിങ്ങൾ ലോസ് ഉണ്ടായ ഡേറ്റ് മുതൽ അൺഎക്സ്പയർഡ് പീരീഡ് കൊടുത്താൽ
ദാറ്റ് സം ഇൻഷുർഡ് വിൽ ബി റീഇൻസ്റ്റേറ്റഡ്. നിങ്ങളുടെ കോൺട്രാക്ട് വാല്യൂ 400 കോടിയാണ്, നിങ്ങൾ ഒരു കോടിയുടെ ലോസ് പേ ചെയ്തു, അപ്പൊ 399 കോടിയായിട്ട് കുറയും. നിങ്ങൾ 1 കോടിക്ക് അഡീഷണൽ പ്രീമിയം കൊടുത്താൽ ഇറ്റ് വിൽ ബി റീഇൻസ്റ്റേറ്റഡ് അഗെയിൻ ടു 400. തേർഡ് പാർട്ടി ലയബിലിറ്റി പറഞ്ഞാൽ 25 കോടിയുടെ തേർഡ് പാർട്ടി ലയബിലിറ്റി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു വട്ടം 25 കോടി എക്സോസ്റ്റ് ആയി പോയാലും നിങ്ങൾക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു മേജർ വ്യത്യാസം. പിന്നുള്ളത് സം ഇൻഷുർഡ്. സം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ലയബിലിറ്റി ഈ കാണുന്ന സ്ക്രീൻഷോട്ട് പ്രകാരമാണ്. അതായത് 10 കോടി വരെയുള്ള പോളിസികൾക്ക് മെറ്റീരിയൽ ഡാമേജ് അല്ലെങ്കിൽ പ്രൊജക്ട് വാല്യൂ ഉള്ള പോളിസികൾക്ക് 1 കോടി വരെയും, 10 കോടിക്ക് മേലുള്ള പോളിസികൾക്ക് 10% ഓഫ് ദ സം ഇൻഷുർഡ് ഓർ ₹10 crores വിച്ച് എവർ ഈസ് ലോവർ. അതേപോലെ മെറ്റീരിയൽ ഡാമേജ് സെക്ഷനിൽ വരുമ്പോൾ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോക്കാൻ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കണ്ട. നമ്മുടെ കോൺട്രാക്ട് വാല്യൂ LOA NOA ഞാൻ പറഞ്ഞിട്ടല്ലോ, അതിലൊരു കോൺട്രാക്ട് വാല്യൂ ഒന്നുണ്ടാവുമല്ലോ, അതായിരിക്കും സം ഇൻഷുർഡ്. കാരണം ഒരു കോൺട്രാക്ടർ അയാളൊരു ബിഡ് ടെൻഡറിൽ ഒരു ബിഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ മറീൻ, അതായത് വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അയാളുടെ റോ മെറ്റീരിയൽസ് സൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കോസ്റ്റ്, ഫ്ലൈറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ പണിക്കാരെ നിർത്തി പണിയെടുക്കുമ്പോൾ അവർക്ക് എത്ര കൂലി കൊടുക്കണം, അവരുടെ പൈസ, അല്ലെങ്കിൽ മീൻസ് അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും അയാളൊരു ഇതിലിടുക. അപ്പൊ ഈ കാണുന്ന 4 ഘടകങ്ങൾ ആണ് ഒരു മെറ്റീരിയൽ ഡാമേജ് സം ഇൻഷുർഡ് അസർട്ടൈൻ ചെയ്യാൻ, കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു പോളിസി എടുക്കുമ്പോൾ എന്തായിരിക്കണം സം ഇൻഷുർഡ് എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള 4 ഘടകങ്ങളാണ് ഇത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കോൺട്രാക്ട് വാല്യൂ LOA NOA ഉണ്ടാവും, അത് നോക്കി ആയാൽ അതായാലും മതി. പിന്നുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫയർ പോളിസിയിലാണെങ്കിൽ 12 മാസത്തെ ഒരു ഫയർ പോളിസിയിൽ ഇപ്പൊ 6ാം മാസം 100 കോടി ഉണ്ടായിരുന്ന ഒരു സംഗതിയുടെ സം ഇൻഷുർഡ് നമുക്ക് 150 കോടി ആക്കണമെങ്കിൽ 6ാം മാസം നിങ്ങളിത് പ്രോറേറ്റ് ആയിട്ട് 50 കോടി ഇൻറ്റു പോളിസി റേറ്റ് ഇൻറ്റു 6/12, അതായത് ഇനിയുള്ള അൺഎക്സ്പയർഡ് പീരീഡിനാണ് ചെയ്യുക. അതേ സമയത്ത് 100 കോടിയുള്ള ഒരു CAR പ്രൊജക്റ്റിനകത്ത് നിങ്ങൾക്ക് സം ഇൻഷുർഡ് ഒരു 50 കോടി കൂടി ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ ഇപ്പൊ 27 മാസത്തെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കാം, 13ാമത്തെ മാസത്തിലാണ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞു ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങളുടെ കോൺട്രാക്ട് ഒന്ന് എന്താ പറയാ റീടെൻഡർ അല്ലെങ്കിൽ ഒന്നും കൂടെ കോൺട്രാക്ട് ഒന്നും കൂടെ നമ്മൾ ഇത് ചെയ്യണം, നമ്മൾ പുതുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിവിഷൻ നടത്തുകയാണ്, 100 കോടി എന്നുള്ളത് 150 കോടി ആക്കണം എന്ന് പറയുമ്പോൾ ഫയർ പോളിസി പോലെ 13ാം മാസം മുതൽ 27ാം മാസം വരെയുള്ള പ്രീമിയം അല്ല കളക്ട് ചെയ്യുക. കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി അല്ലെങ്കിൽ പ്രൊജക്ട് പോളിസികളിൽ നമ്മൾ എപ്പോഴും സം ഇൻഷുർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സം ഇൻഷുർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ ദ ഫുൾ പ്രൊജക്ട് പീരീഡ് ആണ്. അതായത് 13ാം മാസം ആണെങ്കിലും ആ 0 അല്ലെങ്കിൽ തുടക്കം മുതൽ ആ 24 മാസം വരെയുള്ള ആ പ്രൊജക്റ്റ് ആയിരിക്കും, ആ മീൻസ് ഫുൾ പ്രൊജക്ട് പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അവസാനത്തെ മാസം 50 കോടി കൂട്ടിയാലും നിങ്ങൾ 24 മാസത്തെ പ്രീമിയം എടുക്കും. 24 മാസം നിങ്ങൾ പ്രൊജക്ട് പീരീഡ് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ MB ആയിട്ട് എഴുതിയിരിക്കുന്നത്. സം ഇൻഷുർഡ് ക്യാൻ ബി ഇൻക്രീസ് ഡ്യൂറിംഗ് ദ പ്രൊജക്ട് പീരീഡ് സബ്ജക്ട് ടു കളക്ഷൻ ഓഫ് അഡീഷണൽ പ്രീമിയം ഓൺ ഇൻക്രീസ് സം ഇൻഷുർഡ് അറ്റ് അപ്ലിക്കബിൾ പോളിസി റേറ്റ് ഫോർ ദ ഫുൾ പ്രൊജക്ട് പീരീഡ്. ഇനി ജനറൽ എക്സ്ക്ലൂഷൻസ് വാർ, പിന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ റേഡിയേഷൻ, വിൽഫുൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിൽഫുൾ ആക്ട് അല്ലെങ്കിൽ വിൽഫുൾ നെഗ്ലിജൻസ്, അല്ലെങ്കിൽ സെസേഷൻ ഓഫ് വർക്ക്. സെസേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ സ്റ്റോപ്പേജ് ഓഫ് വർക്ക്. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു പ്രൊജക്ട് സ്റ്റോപ്പായി പോവുകയും ആ സ്റ്റോപ്പേജ് കാരണം ഒരു ലോസ് ഉണ്ടാവുകയും ചെയ്താൽ പാർഷ്യലോ ഫുള്ളോ ആയിട്ടുള്ള സ്റ്റോപ്പേജ് ആയാലും നമ്മുടെ പോളിസിയിൽ അത് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് നമ്മുടെ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാലോ, മെറ്റീരിയൽ ഡാമേജ് പോളിസി സെക്ഷൻ ആണ്. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ലയബിലിറ്റി സെക്ഷൻ ആണ്. ഈ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും കോമൺ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ആണ്. അതായത് എക്സസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ടാരിഫ്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി ടാരിഫ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടാരിഫ് കിട്ടും. അതിനകത്ത് എക്സസിനെ പറ്റി റേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതും, റേറ്റ് ഓരോ ഓക്യുപ്പൻസികളുടെ റേറ്റ്, ഇതിന്റെ സൈഡിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, റേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ഞാൻ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസ് എക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രാക്കറ്റിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടാരിഫിൽ ഉള്ള മിനിമം എക്സസ് എത്രയാണോ അതിന്റെ 5 ടൈംസ് ആണ് ആക്ച്വൽ എക്സസ്. അത് അങ്ങനെ റിവിഷൻ 2011 എന്തോ ഒരു സർക്കുലർ വെച്ച് വന്നിട്ടുണ്ട്. അപ്പം അതാണ് ആദ്യത്തെ എക്സ്ക്ലൂഷൻ. രണ്ടാമത്തത് ഡിസ്കവറി, ലോസ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ആൻ ഇൻവെന്ററി, നോർമൽ വിയർ ആൻഡ് ട്രയർ അല്ലെങ്കിൽ ഗ്രാജുവൽ ഡിറ്ററേഷൻ, ലോസ് ഡ്യൂ ടു ഫോൾട്ടി ഡിസൈൻ, അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ്, റിപ്പയർ ഓർ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ. അത് but this exclusion shall be limited to the items immediately affected, shall not be deemed to exclude the loss of or damage to correctly executed items from an act. അതായത് 2 പാർട്ട് ഉണ്ട്. ഒരു പാർട്ട് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ആണ്, ഇത് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ, അതായത് ഈ ഡിഫക്റ്റീവ് പാർട്ട് കാരണം ഈ പാർട്ടിൽ ഒരു പ്രശ്നം സംഭവിച്ചു,
അപ്പം ഈ പ്രശ്നം റെക്ടിഫൈ ചെയ്യാൻ, അതായത് ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിന്റെ റിപ്പയറിനോ റീപ്ലേസ്മെന്റിനോ റെക്ടിഫിക്കേഷനോ വേണ്ടിയുള്ള സംഗതി എക്സ്ക്ലൂഷൻ ആയിരിക്കും. പക്ഷെ ഈ ഡിഫക്റ്റീവ് പാർട്ട് കാരണം നേരാമണ്ണം ചെയ്ത ഈ പാർട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കവേർഡ് ചെയ്യും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നുള്ളത് നമ്മുടെ ഫയൽസ്, ഡ്രോയിങ്സ്, മണി, കറൻസി അങ്ങനെയുള്ള സംഗതികൾക്ക് എക്സ്ക്ലൂഷൻ ആയിരിക്കും. പിന്നെ റെക്ടിഫിക്കേഷൻ ഓർ കറക്ഷൻ ഓഫ് എനി എറർ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ എന്തെങ്കിലും അൺലെസ് റിസൾട്ടിങ് ഇൻ ഫിസിക്കൽ ലോസ് ഓർ ഡാമേജ്. ഫിസിക്കൽ ലോസ് ഓർ ഡാമേജ് ഉണ്ടാവാതെ ഉള്ള എന്തെങ്കിലും റെക്ടിഫിക്കേഷൻസ് കവേർഡ് അല്ല. പിന്നെ ഇവര് കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാതെ അല്ലെങ്കിൽ സമയത്തിന് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വല്ല ഫൈൻ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് പേ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനറൽ റോഡ് യൂസിനുള്ള വെഹിക്കിൾസ്, അതിനെന്തെങ്കിലും ലോസ് ഉണ്ടായാൽ അത് നമ്മൾ കവർ ചെയ്യില്ല. പിന്നെ ഉള്ളത് സെക്ഷൻ 2 എക്സ്ക്ലൂഷൻസ് ആണ്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എക്സസ് ഉണ്ട്. പിന്നെ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇൻഷോർഡിന്റെ എംപ്ലോയി, ഇൻഷോർഡിന്റെ പ്രോപ്പർട്ടി, ഇൻഷോർഡ് എന്താ പറയാ അവരുടെ ഹെൽത്ത് ഇൻട്രസ്റ്റിലുള്ള പ്രോപ്പർട്ടി, അങ്ങനെയുള്ള സംഗതികൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലൊന്നും ഇതിനകത്ത് കവേർഡ് അല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ജനറൽ റോഡ് യൂസിനുള്ള വെഹിക്കിൾ, നമുക്ക് മോട്ടോർ തേർഡ് പാർട്ടി പോളിസി ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം അതിനകത്തായിരിക്കും ട്രിഗർ ആവുക. അപ്പൊ അങ്ങനെ ഒരു റോഡ് യൂസിന് ഉപയോഗിക്കുന്ന വണ്ടിക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഇതിനകത്ത് വരില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ സെക്ഷൻ 1-ൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതികൾ സെക്ഷൻ 1-ൽ തന്നെ ക്ലെയിം ചെയ്യാം. സെക്ഷൻ 2-ൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ഡൂയിങ് ഓർ റീഡൂയിങ് ഓർ മേക്കിംഗ് ഗുഡ് ഓർ റിപ്പയറിംഗ് ഓർ റീപ്ലേസിംഗ് എനിത്തിങ് കവേർഡ് ഓർ കവറബിൾ അണ്ടർ സെക്ഷൻ 1 ഓഫ് ദിസ് പോളിസി. അതൊരു എക്സ്ക്ലൂഷൻ ആണ്. പിന്നെ അടുത്ത പറഞ്ഞാല് നമ്മളിപ്പം ഈ എന്തിന് കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാല് നമുക്കറിയാലോ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മൊത്തത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ നാട്ടിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ റോഡാണെങ്കിലും, ഇപ്പൊ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളാണ്. അപ്പം കൊല്ലത്ത് ഇപ്പം റെയിൽവേ സ്റ്റേഷന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക, തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം കന്യാകുമാരി മുതൽ പൻവേൽ വരെയുള്ള നമ്മുടെ NH-66 അതിന്റെ കേരള സെക്ഷന്റെ പണികൾ ഭയങ്കര സ്പീഡ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്, അത് വേറൊരു സംഗതി. പക്ഷെ മനസ്സിലായി, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫ്ലാറ്റ്സ് എന്തോരം ഉണ്ടാവുന്നത്, ബിൽഡിങ്സ് എന്തോരം, മീൻസ് അങ്ങനെ ഒരുപാട് വലിയ ലെവലില് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കോൺട്രാക്ടേഴ്സ് ഓർഡേഴ്സ് പോളിസി യുടെ റെലവൻസ് അപ്പോഴേ വരുന്നത്. അതായത് നമ്മൾ ഇപ്പം എന്താ പറയാ, അവിടെ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ ഗവൺമെന്റ് പ്രൊജക്ട്സിലൊക്കെ അവരുടെ കോൺട്രാക്റ്റിൽ അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്, ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. ഇപ്പൊ NHAIയുടെ ആണെങ്കിലും നമ്മുടെ PWD ആണെങ്കിലും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ KSTP, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ഒക്കെ നോക്കുന്ന ടീം, അപ്പൊ അവരുടെ ആണെങ്കിലും അതിലൊക്കെ ഇൻഷുറൻസ് ഇസ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. ഓക്കെ, അപ്പം നമുക്ക് നല്ല സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പം റോഡ് പണി നടക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും പണി നടക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? എവിടെയില്ല. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിലില്ല, കേരളത്തിലും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ CR പോളിസിയുടെ റെലവൻസ് എങ്ങനെ വരും? നമുക്ക് ഈ മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നല്ല പ്രീമിയവും ക്ലെയിംസിന്റെ എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി കുറവുള്ള ഒരു സംഗതിയാണ്. പെനിട്രേറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ പ്രൊജക്ട് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ആഡ് ഓൺസിലേക്ക് നമുക്ക് വരാം. അപ്പം റെലവെന്റ് ആയിട്ടുള്ള ആഡ് ഓൺസ് ഏതൊക്കെയാണ്? റിമൂവൽ ഓഫ് ഡെബ്രി, നമ്മൾ ഫയറിനകത്തുള്ള പോലെ തന്നെ ഡെബ്രി, എന്തെങ്കിലും ലോസ് കാരണം ഉണ്ടാകുന്ന ബിൽഡിംഗ് പൊടിഞ്ഞു വീണു, പൊടിഞ്ഞു വീണ ബിൽഡിങ്ങിന്റെ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് വേണം പുതിയ ബിൽഡിംഗ് കെട്ടാൻ. അപ്പൊ അതിന്റെ പിന്നെ എസ്കലേഷൻ ഫയർ പോളിസികളിലൊക്കെ 25% വരെ പറ്റും. ഈ പ്രൊജക്ട് പോളിസികളിൽ 50% വരെ പറ്റും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഫയർ പോളിസിയിലൊക്കെ എസ്കലേഷൻ എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ 100 രൂപ സം ഇൻഷുർഡ് ഉള്ള ഒരു പോളിസിയിൽ 10% എസ്കലേഷൻ എടുത്താല്, ഓക്കെ, 12 മാസത്തേക്കാണല്ലോ നമ്മുടെ ഫയർ പോളിസി വരുന്നത്. അപ്പം 1/365 വെച്ച് ഓരോ ദിവസവും ഈ 10 രൂപ ഉണ്ടല്ലോ, 10 രൂപ എന്നുള്ളത് 10 ദിവസം 10/365, അങ്ങനെ ഓരോ ദിവസവും 1/2/3 അങ്ങനെ കൂടുക. പക്ഷേ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് പോളിസിയിൽ എങ്ങനെയാ വെച്ചാൽ ഡേ 1 മുതൽ ഈ 100 രൂപ എന്നുള്ളത് 10% എസ്കലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 110 രൂപയായിട്ട് കൺസിഡർ ചെയ്യും. 1/365 വെച്ചല്ല. അതായത് 100 രൂപ എന്നുള്ള അടുത്ത ദിവസം 100.1 അല്ലെങ്കിൽ 100 എത്രയായി, അടുത്ത ദിവസം 100.3 ആയി, 4 ആയി, അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ 110 പീരീഡ് കഴിയുന്നിടം വരെ 110 ആയിരിക്കും. അതാണ് എസ്കലേഷന്റെ ഒരു സാധാരണ ഒരു ഓപ്പറേഷണൽ പോളിസി നമ്മുടെ പോളിസിയിലുള്ള എസ്കലേഷന്റെ ഒരു വ്യത്യാസമുള്ളത്. പിന്നെ ഓണർ സറൗണ്ടിങ് പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്ജസന്റ് ആയിട്ട് എന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇൻഷുർഡിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഡാമേജ് ഡ്യൂ ടു ദിസ് കൺസ്ട്രക്ഷൻ വർക്ക് സംഭവിച്ചാൽ നമുക്ക് ഒരു ലിമിറ്റ്, നമ്മൾ ആഡ് ഓൺ ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ നമ്മൾ സാധാരണ എക്സ്റ്റൻഡഡ് മെയിൻ്റെനൻസ് പീരീഡിലാണ്
ഈ മെയിൻ്റനൻസ് വിസിറ്റ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാരണം മെയിൻ്റനൻസ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് മെയിൻ്റനൻസിന്റെ ഒരു ബേസ് വേർഷൻ ആണ്. അതായത് അതിന്റെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് ഈ മെയിൻ്റനൻസ് ലിസ്റ്റിലുള്ള കവറും പ്ലസ് ഒരു കവറും കൂടെ കൊടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ എക്സ്റ്റൻഡഡ് മെയിൻ്റനൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ആരും മെയിൻ്റനൻസ് കവർ ഒന്നും എടുക്കാറ് പോലുമില്ല. എക്സ്റ്റൻഡഡ് മെയിൻ്റനൻസ് പീരീഡ് കവർ എടുത്താൽ മെയിൻ്റനൻസ് ലിസ്റ്റിന്റെ കവർ കൂടെ കിട്ടും. കാരണം ഇതിൽ ഈ പറയുന്ന വേർഡിങ്സ് തന്നെയാണ് എക്സ്റ്റൻഡഡ് മെയിൻ്റനൻസ് പീരീഡിലെ രണ്ട് കവറുകളിൽ ഒന്ന് മെയിൻ്റനൻസ് ലിസ്റ്റ് കവർ തന്നെയാണ്. അപ്പം ഇൻഷുറൻസ് ഷാൽ കവർ സോൺലി ദ ലോസ് ഓഫ് ഓർ ഡാമേജ് ടു ദ കോൺട്രാക്ട്സ് വാസ് കോസ്ഡ് ബൈ ദ ഇൻഷുർഡ് contractor in the course of operations carried out for the purpose of complying with the obligations under the maintenance provisions of the contract. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്റ്റിലുള്ള ഇപ്പൊ നമ്മുടെ ഈ റോഡൊക്കെ കാണുക 5 കൊല്ലത്തെ മെയിൻ്റനൻസിലാണ് ഓടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പൊ ആ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിലെ മെയിൻ്റനൻസ് പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അത് കംപ്ലൈ ചെയ്യാനായിട്ട് അയാൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് കാരണം ആ കോൺട്രാക്ട് വർക്കിൽ ഉണ്ടാകുന്ന ലോസ്, അതാണ് നമ്മൾ മെയിൻ്റനൻസ് ലിസ്റ്റിൽ കവർ ചെയ്യുക. എക്സ്റ്റൻഡഡ് മെയിൻ്റനൻസ് കവർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ്റനൻസ് ലിസ്റ്റ് കവർ തന്നെയാണ്. ബി എന്ന് പറഞ്ഞാൽ ഒക്കറിംഗ് ഡ്യൂറിംഗ് ദ മെയിൻ്റനൻസ് പീരീഡ്, ലോസസ് അല്ലെങ്കിൽ ഡാമേജ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ദ മെയിൻ്റനൻസ് പീരീഡ് പ്രൊവൈഡഡ് സച്ച് ലോസ് ഓർ ഡാമേജ് വാസ് കോസ്ഡ് ഓൺ ദ സൈറ്റ് ഡ്യൂറിംഗ് ദ ഇറക്ഷൻ പീരീഡ്. അതായത് ഇറക്ഷൻ പീരീഡിൽ ഉണ്ടായ എന്തോ പ്രശ്നങ്ങൾ കാരണം മെയിൻ്റനൻസ് പീരീഡിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും നമുക്ക് തേർഡ് പാർട്ടി ലയബിലിറ്റി നമ്മുടെ സെക്ഷൻ 2ന്റെ കവറേജ് നമുക്ക് ഒരിക്കലും മെയിൻ്റനൻസ് പീരീഡിലേക്ക് കവർ ചെയ്യാൻ എക്സ്റ്റൻഡ് മെയിൻ്റനൻസ് പീരീഡ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കൺസ്ട്രക്ഷൻ പീരീഡ് വരെ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ച ചാർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് കൺസ്ട്രക്ഷൻ സ്റ്റേജ് പിന്നെ ഓപ്പറേഷൻ സ്റ്റേജ് മേളിൽ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫക്ട് ലയബിലിറ്റി പീരീഡിൽ ഒരിക്കലും ഈ സംഗതി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് കൺസ്ട്രക്ഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ളതാണ് നമ്മുടെ CPM പോളിസീസ്. അതായത് CPM-ത്തിന്റെ കവറേജ്. അതായത് CPM പോളിസിയിൽ എന്താ പ്രത്യേകം എന്ന് അറിയാം, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ കവറേജ് ഇല്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കവർ ആണ്. ഒരു ഓൾഡ്രസ് പോലെയാണ്, എക്സ്ക്ലൂഡിംഗ് ദിസ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ. അതേ കവറേജ് വെച്ച് നിങ്ങൾക്ക് 25 lakhs അല്ലെങ്കിൽ 5% ഓഫ് ദ സം ഇൻഷുർഡ്, അതിൽ ഏതാണോ കുറവ് അത്രയും വാല്യൂ ഉള്ള എക്യുപ്മെന്റ്സ് ഒരു CR പോളിസിയിൽ ഫോർ ദ എൻറ്റയർ പ്രൊജക്ട് പീരീഡ് 27 മാസം പ്രൊജക്ട് പീരീഡ് ആണെങ്കിൽ യു ക്യാൻ കവർ ഫോർ ദ എൻറ്റയർ 24 months either 5% ഓഫ് ദ സം ഇൻഷുർഡ് ഓർ INR 25 lakhs whichever is lower. പിന്നെ റേറ്റിംഗ്, ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഇതൊരു ആവശ്യമുള്ള മീൻസ് നമുക്ക് ഇപ്പൊ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്ന സംഗതിയാണെന്ന് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറയാം. ഞാൻ കുറച്ചും പേര് എക്സസിനെ പറ്റി പറഞ്ഞില്ലേ, 5 times നിങ്ങൾ ഇൻക്രീസ് ചെയ്യണമെന്നൊക്കെ. അത് ഈ സംഗതിയാണ്. ഇതാണ് ടാരിഫിന്റെ ഒരു ചെറിയൊരു ഫോട്ടോ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ സം ഇൻഷുർഡ് ഒരു 10 കോടി സം ഇൻഷുർഡ്, മെറ്റീരിയൽ ഡാമേജ് 10 കോടി, തേർഡ് പാർട്ടി ലയബിലിറ്റി 1 കോടി, ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം ഒക്യുപ്പൻസി. ഓക്കെ, അതായത് RCC ഫ്രെയിം സ്ട്രക്ചർ അപ് ടു 5 stories. അപ്പൊ അതിന്റെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 18 മാസം കൺസ്ട്രക്ഷൻ പീരീഡ് ആണ്. ഇപ്പൊ ബേസിക് CR റേറ്റ് പറയാം, ഇത് കണ്ടോ, മിനിമം റേറ്റ് ഫോർ ഫസ്റ്റ് 3 months എന്ന് പറയുന്നത് എത്രയാ, അത് ആദ്യത്തെ 3 മാസത്തേക്ക് 1.5. അഡീഷണൽ റേറ്റ് പെർ മന്ത്, അതായത് 3 മാസം കഴിഞ്ഞിട്ടുള്ള ഓരോ മാസവും 0.025. അപ്പം ആദ്യത്തെ 3 മാസത്തേക്ക് 1.5, പിന്നുള്ള ഓരോ മാസത്തിനും 0.025. മൊത്തത്തിൽ പ്രൊജക്ട് ചെയ്ത് നമ്മൾ 18 മാസമാണ്. അപ്പൊ 3 മാസം നമ്മളിവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 15 മാസം എടുക്കണമെങ്കിൽ 0.25. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഈ സാധനം കിട്ടും. എർത്ത് STFA മാൻഡേറ്ററി ആഡ് ഓൺ ആണ്, അത് ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കേരളത്തിൽ എല്ലാം 0.1 per million എന്നുള്ള റേറ്റിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു വർഷത്തേക്ക് 0.1 per million ആണ്. 18 മാസത്തേക്ക് 0.1 × 18 ഡിവൈഡ് ബൈ 12 0.15. പിന്നെ STFI CR പോളിസീസിന് 0.4 per milli per annum ആണ്. അപ്പോൾ 18 മാസത്തേക്ക് 18 ഡിവൈഡ് ബൈ 12 ആകുമ്പോൾ 1.5 വരും. 1.4 1.5 × 0.4 0.6 വരും. അപ്പൊ ഈ 3 സാധനം കൂടെ കൂട്ടുന്നതാണ് നിങ്ങളുടെ പോളിസി റേറ്റ്. പോളിസി റേറ്റ് എന്ന് പറയുന്നത് ബേസിക് റേറ്റ്, EQ റേറ്റ്, STFI റേറ്റ് 2.625. പ്രീമിയം, മെറ്റീരിയൽ ഡാമേജിന്റെ പ്രീമിയം വരിക ഈ 2.65 എന്ന് പറയുന്ന സാധനം ഈ കാണുന്ന 10 crores മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് 2.625 lakhs പ്ലസ് GST. സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ ഇതേ റേറ്റ് നമ്മുടെ ഈ 1 കോടിയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26,250. അപ്പൊ രണ്ടും കൂടെ കൂട്ടി ചെയ്യുന്നതാണ് 288,750 പ്ലസ് GST ആയിരിക്കും നിങ്ങളുടെ ഈ പെർട്ടിക്കുലർ പ്രൊജക്ട് 18 മാസത്തേക്കുള്ള പ്രീമിയം. അഗെയിൻ EQ STFന് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പൊ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബേസിക് CR റേറ്റിൽ നമുക്ക് പ്രീമിയത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതായത് നല്ല റിസ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ഡിസ്കൗണ്ട് കൊടുക്കാം. ഈ ബേസിക് റേറ്റിന്റെ മേളിൽ ഒരു 50% ഡിസ്കൗണ്ടോ എന്താന്ന് വെച്ചാൽ റിസ്കിന്റെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്ത് പ്രീമിയം കുറച്ച് കോമ്പറ്റീറ്റീവ് ആക്കാൻ പറ്റും. പക്ഷേ എല്ലാ ഒക്യുപ്പൻസീസും ഒരുപാട് ഒക്യുപ്പൻസീസ് ഉണ്ട്. എല്ലാ ഒക്യുപ്പൻസീസിനും ഈ ഡിസ്കൗണ്ടിങ് പാറ്റേൺ ഇല്ല. ഒരു ഒക്യുപ്പൻസി അങ്ങനെ ഉള്ളത് നമ്മുടെ റോഡാണ്.
നമ്മുടെ റോഡ് പ്രൊജക്ട്സിനൊന്നും ഡിസ്കൗണ്ട് ഇല്ല. റോഡ് പ്രൊജക്ട്സിനുള്ള ഈ കാണുന്ന റേറ്റിംഗ് ഇല്ലേ, ആ റേറ്റിംഗിന്റെ താഴെ പോകാനേ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് റേറ്റിംഗ് വരിക. 3 മാസത്തിന് 0.6 ടൗൺഷിപ്പ് ആണെങ്കിൽ പിന്നുള്ള ഓരോ മാസത്തിനും 0.0075. അപ്പൊ 18 മാസം പ്രൊജക്ട് ആണെങ്കിൽ 15 മാസത്തേക്ക് 0.0075 into 15 അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് മീൻസ് അതിൽ പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ റോഡ് ഒഴികെയുള്ള വേറെ എന്ത് കേസിലോ അതിന്റെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് എങ്ങനെ കൊടുക്കാം, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ മോട്ടോർ പോളിസി ഒക്കെ എടുക്കുമ്പോഴേ ഇപ്പൊ അതിന്റെ ഓഡി സെക്ഷനിൽ ഇപ്പം ഇന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ പുതിയൊരു വണ്ടിക്ക് ന്യൂ വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറി കിടക്കുന്ന വണ്ടിക്ക് നമ്മൾ 95% ഓഡിയിൽ ഡിസ്കൗണ്ട്, ഒരു എക്സാമ്പിൾ ആണ്, ഓക്കെ, 95% ഡിസ്കൗണ്ട് ഓഡിയിൽ കൊടുക്കുമ്പോൾ ഇതേ വണ്ടി 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും 95% ഡിസ്കൗണ്ട് ചോദിക്കത്തില്ലല്ലോ. അതുപോലെയാണ് ഇതിന്റെയും കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ കൊല്ലം ജില്ലയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പം ഫ്ലഡോ അല്ലെങ്കിൽ സുനാമിയോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തൊരു ഏരിയ ആണ്. കൊല്ലം സിറ്റിയുടെ അടുത്ത് ഇപ്പം കടലിലേക്ക് അടുത്തിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ പണ്ട് സുനാമിയൊക്കെ വന്നപ്പോൾ അതിന്റെയൊക്കെ ഏകദേശം ഒരു 1-2 കിലോമീറ്ററിന്റെ അടുത്ത് വരെ വെള്ളം വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഈ കടലിന് അടുത്ത് കിടക്കുന്ന, സിറ്റിക്ക് അടുത്ത് കിടക്കുന്ന ആ പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പ്രൊജക്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഈ സുനാമി വന്നപ്പോഴോ അല്ലെങ്കിൽ 2018 പ്രളയം വന്നപ്പോഴോ ഒന്നിലും ഇതേവരെ ഒന്നും അഫക്റ്റഡ് ആവാത്തൊരു സ്ഥലവും വന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോഗ്രഫിക്കലി ആ ലൊക്കേഷന്റെ സംഗതി നമുക്ക് മനസ്സിലാവുമല്ലോ. ക്ലെയിം ഒരു AOG പെറിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ഇവിടെ മറ്റേടത്ത് സാധ്യതയുണ്ടോ. അപ്പൊ ഈ ഇത് വരാത്ത സ്ഥലത്ത് സ്വാഭാവികമായിട്ടും, കഴിഞ്ഞ ഇത്ര നാൾ വരാത്ത സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്കൗണ്ട് നമുക്ക് മറ്റേതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പറ്റും, അല്ലെ? അല്ല, അതിനൊരു അണ്ടർ റേറ്റഡ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അല്ലാതെ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ മോട്ടോർ ഓടിയിൽ നമ്മൾ പഴകിയ വണ്ടികൾക്ക് വലിയ ഡിസ്കൗണ്ട് ചോദിക്കാറില്ലാത്ത സാഹചര്യം ഉള്ളതുപോലെ തന്നെ ഇതിലും അങ്ങനെ റിസ്കി ആയിട്ടുള്ള സംഗതികളിൽ ഡിസ്കൗണ്ട് കുറവായിരിക്കും. അതേപോലെ ഇപ്പം കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി ആണല്ലോ. സ്വാഭാവികമായിട്ട് ഇപ്പം ഒരു വലിയ 300 കോടിയുടെ ഒരു പ്രൊജക്ട് വന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്കറിയാവുന്ന റിനോഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അതായത് L&T അല്ലെങ്കിൽ GR ഇൻഫ്ര, ജയകുമാർ ഇൻഫ്ര പ്രൊജക്ട്സ്, അങ്ങനെ റിനോഡ് ആയിട്ടുള്ള ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കോൺട്രാക്ടർ കൊണ്ടുവരുന്ന അയാൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കോൺട്രാക്ടറിന്റെ എക്സ്പീരിയൻസിനെ പറ്റി നമുക്ക് ബോധേഡ് ആവേണ്ട കാര്യമില്ല. കാരണം അയാൾ എക്സ്പീരിയൻസ്ഡ് ആണ്, അയാൾ കുറെ റിനോഡ് ആണ്. അപ്പം അയാൾ എന്തായാലും നേരാവണ്ണേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോധമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലൊരു സേഫ്റ്റി, ഒരു സേഫ് ആണ് ആ പ്രൊജക്ട്. ഇപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ നാളെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് ഞാൻ ഒരു 300 കോടി പ്രൊജക്ട് കൊണ്ടുപോയാൽ ആ ഒരു കോൺഫിഡൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് ചിലപ്പോഴേ കാണുള്ളൂ. അപ്പൊ അതും ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ ടേംസ് അതിനനുസരിച്ച് കുറച്ചും കൂടെ സ്ട്രിഞ്ചന്റ് ആവും, കുറച്ചും കൂടെ കട്ടിയുള്ള ടേംസ് വരും, എക്സസ് ചിലപ്പോൾ ഇച്ചിരി കൂടും, അങ്ങനെ ഒരുപാട് സംഗതികൾ വരും. അപ്പം അതാണ് എന്താ പറയാ, ഈ റേറ്റിംഗിന്റെ ചില ഘടകങ്ങൾ ഇതാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് റേറ്റിംഗിനെ പറ്റി പറയാനുള്ളത്. റോഡിൽ മാത്രമാണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലാത്തത്. വേറെ എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും, കൺസിഡറിംഗ് ദ മെറിറ്റ് ഓഫ് ദ റിസ്ക്. ഇപ്പൊ പ്രശ്നമുള്ള സ്ഥലത്താണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കില്ല, ചിലപ്പോൾ ലോഡിംഗ് ആയിരിക്കും വരിക. മീൻസ് അത് ഓരോ റിസ്ക് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അടുത്തത് ലാസ്റ്റ് സ്ലൈഡാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി. ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് ഈ പ്രൊജക്ട് പോളിസികൾ നമുക്കറിയാം, ആനുവൽ പോളിസികളല്ല. നമ്മൾ ഫയർ പോളിസിയിൽ ഒരിക്കലും നമുക്ക് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം 12 മാസത്തെ പോളിസിയിൽ ഒരിക്കലും നമുക്ക് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഹെൽത്ത് പോളിസീസ് ആണ് പിന്നെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ഗ്രേസ് പീരീഡ് ഉണ്ട്, അതായത് ഇൻസ്റ്റാൾമെന്റ് കറക്റ്റ് സമയത്തിന് അടച്ചില്ലെങ്കിൽ പിന്നെ 30 ദിവസത്തിലുള്ള ഒരു ചെറിയൊരു പീരീഡ് അതിൻ്റെ ഉള്ളിൽ അടയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഗതിയുണ്ട്. എഞ്ചിനീയറിംഗ് പോളിസിയിൽ ആ സമ്പ്രദായം ഇല്ല. ഇപ്പം 1 ജൂണിൽ തുടങ്ങുന്ന ഒരു പ്രൊജക്ട്, ഒരു ജൂണിൽ തുടങ്ങുന്ന ഒരു പ്രൊജക്റ്റും അതിന് ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്, അതായത് മിനിമം ഒരു 2 ഇൻസ്റ്റാൾമെന്റ് തമ്മിലുള്ള ഗ്യാപ്പ് 3 മാസമെങ്കിലും വേണം. അതായത് 2 മാസം ആയാല് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. മിനിമം 3 മാസം, 3ൽ കൂടുതൽ എത്ര മാസം വേണമെങ്കിലും 2 ഇൻസ്റ്റാൾമെന്റ് തമ്മിലുള്ള ഗ്യാപ്പ് ആവും. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ്. മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഇൻസ്റ്റാൾമെന്റ് ഷുഡ് ബി ലെസ് ദാൻ 3 months. പിന്നെ ഉള്ളത് അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ്. ഇപ്പൊ 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെങ്കിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ്, 4ാമത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രൊജക്ട് തീരുന്നതിന് 6 മാസം മുമ്പെങ്കിലും കളക്ട് ചെയ്തിരിക്കണം. 24 മാസത്തെ ഒരു പ്രൊജക്ട് ആണെങ്കിൽ 18ാമത്തെ മാസമെങ്കിലും അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് കളക്ട് ചെയ്തിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം 4 ഇൻസ്റ്റാൾമെന്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പ്രീമിയം ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 5% ഹയർ ദാൻ ദ റിമൈനിങ് ഇൻസ്റ്റാൾമെന്റ്സ്. 3 ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, ഇപ്പം 100 ഇപ്പം ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 100 രൂപയും ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റ് 95 രൂപയെങ്കിലും ആയിരിക്കണം.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പോളിസി പീരീഡ് 12 മാസം ആയിരിക്കരുത്. 12 മാസത്തോ അതിൽ കുറവോ ഒരിക്കലും ആയിരിക്കരുത്. അറ്റ്ലീസ്റ്റ് 12 മാസത്തിന്റെ മേളിലെങ്കിലും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് പ്രൊജക്ട് പീരീഡ് അല്ലെങ്കിൽ പോളിസി പീരീഡ് 12 മാസത്തിൽ കൂടുതലായിരിക്കണം. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പ്രൊജക്ട് എക്സ്പയർ ആവുന്നതിന് 6 മാസം മുമ്പേ കളക്ട് ചെയ്തിരിക്കണം. 2 ഇൻസ്റ്റാൾമെന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം 3 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് മറ്റുള്ള ഇൻസ്റ്റാൾമെന്റുകളെക്കാളും മിനിമം 5% കൂടുതലായിരിക്കണം. ഒരു വലിയ ക്ലെയിം വന്നാൽ തിയറിറ്റിക്കലി ഈ പെൻഡിങ് കിടക്കുന്ന ഇപ്പൊ 2 ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ് ഇനി 2 ഇൻസ്റ്റാൾമെന്റുകൾ ഉണ്ട്. മൊത്തം 4 ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞ് ഒരു വലിയ ക്ലെയിം വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ബാക്കിയുള്ള 2 ഇൻസ്റ്റാൾമെന്റ് കളക്ട് ചെയ്തിട്ടേ നമ്മൾ ക്ലെയിം സെറ്റിൽ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ജൂൺ 1-ാം തീയതി തുടങ്ങിയ ഒരു പ്രൊജക്ട് ഇപ്പം 30 സെപ്റ്റംബർ തന്നെയാണ് അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ഡേറ്റ് എന്ന് വിചാരിക്കുക. 30 സെപ്റ്റംബറിനുള്ളിൽ അയാൾ പൈസ അടച്ചില്ലെങ്കിൽ 1 ഒക്ടോബർ മുതൽ ആ പോളിസി കവറേജ് ഇല്ല. പിന്നെ പോളിസി സീസസ് ടു എക്സിസ്റ്റ് എന്നൊക്കെ പറയുന്ന അവസ്ഥയായി പോകും. അതായത് പോളിസി പിന്നില്ല, പോളിസി നൾ ആൻഡ് വോയിഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതാണ് ഒരു എന്താ പറയുക കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി അല്ലെങ്കിൽ പ്രൊജക്ട് പോളിസികളിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ബേസിക്കലി നമ്മൾ 2 ടൈപ്പ് ഓഫ് പോളിസികൾ ഉണ്ടെന്ന് പഠിച്ചു, നോക്കി. പിന്നെ എഞ്ചിനീയറിംഗ് പോളിസികളിൽ പ്രൊജക്ട് പോളിസി, ഓപ്പറേഷൻ പോളിസി, കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസി മെയിൻലി ഒരു ഹോൾഡേഴ്സ് പോളിസിയാണ്. സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് പറഞ്ഞിരിക്കുന്ന എക്സ്ക്ലൂഷൻസ് അല്ലാണ്ട് ബാക്കി എല്ലാം കവേർഡ് ആണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. മെയിൻ ആയിട്ടുള്ള ഒരു 4-5 ആഡ് ഓൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഓണർ സറൗണ്ടിങ് പ്രോപ്പർട്ടി, തേർഡ് പാർട്ടി ലയബിലിറ്റി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസിയിലെ 2 സെക്ഷനുകളും സെക്ഷൻ 1 മെറ്റീരിയൽ ഡാമേജ് നമ്മുടെ ഫിസിക്കൽ ഡാമേജ് കവർ ചെയ്യാൻ ഫോർ എക്സെപ്റ്റ് ഫോർ ദ എക്സ്ക്ലൂഷൻ സ്പെസിഫൈഡ്. പിന്നെ തേർഡ് പാർട്ടി ലയബിലിറ്റി അല്ലെ, നമ്മൾക്കോ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനോ അല്ലാതെ ഒരു മൂന്നാമത് ഒരാൾക്ക് സംഭവിക്കുന്ന ഈ പ്രൊജക്ട് കാരണം സംഭവിക്കുന്ന നഷ്ടങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ലയബിലിറ്റി, പ്രോപ്പർട്ടി ആൻഡ് ബോഡ്ലി ഇഞ്ചുറി അപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഒരു ബിഗിനിങ് ഫേസ് എന്നുള്ള നിലയിൽ ഒരു കോൺട്രാക്ടേഴ്സ് ഹോൾഡേഴ്സ് പോളിസിയിൽ നമുക്ക് നോക്കാനുള്ള ബേസിക് ആയിട്ടുള്ള സംഗതികൾ. ഇനിയും കൂടുതൽ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പൊ ഡിസൈൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വേറെ കുറെ ആഡ് ഓൺസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഇനിഷ്യൽ ഒരു ആമുഖം അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതി തന്നെയാണ്. ER പോളിസി എന്ന് പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ് സിവിൽ വർക്കുകൾ കുറവും ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കുകൾ, ഇറക്ഷൻ വർക്കുകൾ. ഇപ്പൊ ഒരു വലിയൊരു ഫാക്ടറി ഓൾറെഡി ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞു, ഇനി ജസ്റ്റ് ഒരു ലെയ്ത്ത് കൊണ്ടുവന്ന് വെക്കണം എന്നുള്ള പരിപാടിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ലെയ്ത്ത് എന്ന് പറയുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ലെയ്ത്തിന് ഒരു 70 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 80 രൂപയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സിവിൽ വർക്ക് 20 രൂപയുള്ളൂ. അപ്പോൾ ഈ 70 രൂപ എന്നുള്ളതാണ് ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക് പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന് കൊടുക്കുന്നത് CR പോളിസി അല്ല. കാരണം അവിടെ സിവിൽ വർക്ക് അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് 50% താഴെയാണ്. ഇവിടെ ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കുകളാണ് കൂടുതൽ. അപ്പോഴാണ് നമ്മൾ ഒരു ഇറക്ഷൻ ഓർഡേഴ്സ് പോളിസി കൊടുക്കുക. മറീൻ കം ഇറക്ഷൻ പോളിസിയെ പറ്റി പറഞ്ഞു. അതെന്ന് പറഞ്ഞാല് നമ്മുടെ മറീനിന്റെ കവറേജസും ഈ പ്രൊജക്ട് പോളിസിയുടെ കവറേജും കൂടെ മിക്സ് ചെയ്ത ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് പോളിസിയാണ് മറീൻ കം ഇറക്ഷൻ പോളിസി. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് ഒരു ആനുവൽ പോളിസി എന്നുള്ള രീതിയിലല്ല ഒരു പ്രൊജക്ട് പോളിസി എടുക്കേണ്ടത്. അതിന്റെ പോളിസി പീരീഡ് പ്രൊജക്ട് പീരീഡിലാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പം എല്ലാവർക്കും കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.